നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജസ്ന തിരോധാന കേസിൽ തുടർ അന്വേഷണമാകാമെന്ന് CBI തിരുവനന്തപുരം CJM കോടതിയിൽ അറിയിച്ചു. ജസ്നയുടെ പിതാവ് ജെയിംസ് പറയുന്ന കാര്യങ്ങളിൽ തങ്ങൾക്ക് തെളിവ് ലഭിച്ചിട്ടില്ല. അവർ തെളിവ് ഹാജരാക്കിയാൽ പരിശോധിച്ച ശേഷം തുടരന്വേഷണമാകാമെന്നും CBI കോടതി അറിയിച്ചു. ഇതോടെ തെളിവുകൾ സീൽ ചെയ്ത കവറിൽ ഹാജരാക്കാൻ ജസ്നയുടെ പിതാവിന് നിർദ്ദേശം നൽകി. കേസ് അടുത്ത മാസം 3 മാറ്റിയിരിക്കുകയാണ്. ജസ്നയുടെ തിരോധാന കേസിൽ എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന റിപ്പോർട്ടാണ് CBI കോടതി സമർപ്പിച്ചത്. ഈ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടാണ് പിതാവ് കോടതിയെ സമീപിച്ചത്. ജസ്ന കേരളത്തിൽ വെച്ച് മരണപ്പെട്ടു. സംസ്ഥാനത്തിന് പുറത്തോ വിദേശത്തോ പോയിട്ടില്ല. മരിച്ചുവെന്ന് ഉറച്ചു വിശ്വസിക്കാൻ തക്ക വിവരങ്ങൾ കൈവശമുണ്ടെന്നുമാണ് പിതാവ് നേരത്തെ വ്യക്തമാക്കിയത്. തിരോധാനവുമായി ബന്ധപ്പെട്ട് പുതിയ തെളിവുകളുണ്ടെന്നും 6 മാസം കൂടി CBI അന്വേഷണം നടത്തണമെന്നുമാണ് ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫിന്റെ ഹർജിയിൽ പറയുന്നത്. മരണത്തിന് ഉത്തരവാദി ജസ്നയുടെ സുഹൃത്താണെന്നും പേരിപ്പോൾ പറയാനാകില്ലെന്നുമാണ് ജസ്നയുടെ പിതാവ് ഒരു മാധ്യമത്തോട് പ്രതികരിച്ചത്. അന്വേഷണം അവസാനിപ്പിക്കാൻ CBI തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിരുന്നു. അതിനെതിരെ താൻ നൽകിയ ഹർജി ജസ്ന ജീവിച്ചിരുന്നില്ലെന്ന് പരാമർശിച്ചിട്ടുണ്ട്. CBI അന്വേഷണം ചില ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല. അവർ കുറെ കാര്യങ്ങൾ അന്വേഷിച്ചു. ഇന്റർപോൾ വഴി വിദേശത്തേക്കും അന്വേഷിച്ചു. പക്ഷെ താൻ ചൂണ്ടിക്കാട്ടിയ ചില പോയിന്റുകളിലേക്ക് എത്തിയില്ല. ജസ്ന വ്യാഴാഴ്ചകളിൽ ഒരു സ്ഥലത്ത് രഹസ്യമായ പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. കാണാതായത് ഒരു വ്യാഴാഴ്ചയാണ്. തലേന്ന് ജസ്നയ്ക്ക് അമിത രക്തസ്രാവം ഉണ്ടായത് മാസമുറയുടെ ഭാഗമാണോ ഗർഭകാലത്ത് ഉണ്ടാകാൻ ഇടയുള്ളതാണോ എന്ന് കണ്ടെത്തിയില്ലെന്ന് ഹർജിയിൽ പറയുന്നു. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പിതാവും ജസ്നയുടെ സഹോദരനും ചൂണ്ടിക്കാട്ടിയ ജസ്നയുടെ സഹപാഠിയെ ലോക്കൽ പോലീസും CBIയും ചോദ്യം ചെയ്ത് നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ജസ്നയുമായി സൗഹൃദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കണ്ടെത്തി. നാട്ടുകാർ സംശയങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്ന് പോലീസ് ജെയിംസിന്റെ വീടിനുള്ളിൽ പരിശോധിച്ചെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. CJM കോടതിയിൽ അധിക സത്യവാങ്മൂലത്തിൽ 5 വർഷം മുമ്പ് പത്തനംതിട്ടയിൽ നിന്ന് ജസ്ന മരിയ ജെയിംസിനെ കാണാതാകുമ്പോൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ 60,000 രൂപ കൈവശം ഉണ്ടായിരുന്നുവെന്നും ഇതേക്കുറിച്ച് CBI അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. കോളേജ് യാത്രയ്ക്കും മറ്റും ചിലവുകൾക്കും ദിവസേന പിതാവും മാതാവും പണം നൽകിയിരുന്നു. ഇത്രയും വലിയ തുക വീട്ടുകാർ നൽകിയതല്ല. സഹോദരി അവിചാരിതമായി കണ്ട ഈ പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് CBI അന്വേഷണം നടത്തണമെന്നായിരുന്നു പിതാവിന്റെ ആവശ്യം. ജസ്നയുടെ രക്തം പുരണ്ട വസ്ത്രങ്ങൾ വീട്ടിൽ നിന്ന് ശേഖരിച്ചത് DYSP ആയിരുന്ന ചന്ദ്രശേഖരനും സിവിൽ പോലീസ് ഓഫീസർ ലിജുവുമാണെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. ജസ്നയുടെ 3 പേഴ്സണൽ ഡയറികളും ഫോണും നോട്ട്ബുക്കുകളും പോലീസ് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി. CBI അന്തിമ റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ജസ്ന പിതാവിന്റെ ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് ചില പരിചയക്കാരെ വിളിച്ചിരുന്നു. പിന്നീട് ഈ നമ്പറുകൾ ഡിലീറ്റ് ചെയ്തു. ഈ നമ്പറുകൾ വീണ്ടെടുക്കണം. ചില മേഖലകളിൽ CBI അന്വേഷണം എത്തിയിട്ടില്ല. ലോട്ടറി വിൽപ്പനക്കാരൻ ജസ്നയെ കണ്ടതായി പറഞ്ഞെങ്കിലും CBI ചോദ്യം ചെയ്തില്ല. ജസ്നയുടെ സുഹൃത്തുക്കളെയും മുറിയിൽ കൂടെ താമസിച്ചവരെയും കൃത്യമായി ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമായിരുന്നു. 6 മാസം കൂടി CBI ഈ കേസ് അന്വേഷിക്കണമെന്നും കുടുംബം പരാതി ഉന്നയിച്ച കാര്യങ്ങളിൽ അന്വേഷണം നടത്തണമെന്നും അധിക സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.